യേശുവെ സ്തോത്രം. യേശുവെ നന്ദി. ഞാൻ കൊല്ലത്തുനിന്നാണ് വരുന്നത്. എൻ്റെ പേര് ഏഞ്ചൽ മേരി. കഴിഞ്ഞതിൻ്റെ മുൻപത്തെ വെള്ളിയാഴ്ച, അതായത് 2 ആഴ്ച മുൻപ് ഞാൻ രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നത് കിഡ്നി സ്റ്റോണിൻ്റെ പെയിനുമായിട്ടാണ്. അത് പെയിനെന്ന് പറഞ്ഞാൽ ഞാൻ തറയെ കിടന്ന് ഉരുളുവാണ്, ആ രീതിയിലുള്ള വേദനയുമായിട്ടാണ്. അങ്ങനെ അടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രിപ്പും വേദനയ്ക്കുള്ള ഇഞ്ചക്ഷനുകളും എല്ലാം അവരെടുത്തു. 3 ഇഞ്ചക്ഷനും 2 ട്രിപ്പും അന്നേരം തന്നെ അവരെടുത്തു. എടുത്തിട്ട് വേദനയിൽ ഒരു കുറവുമില്ല. അവിടുന്ന് പിന്നെ അടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെയും കുറച്ച് മരുന്നുകളൊക്കെ അവർ ചെയ്ത് കഴിഞ്ഞ് വേദന ഒരു ഇച്ചിരി കുറവായപ്പോഴത്തേക്ക് വീട്ടിൽ വന്നു. അത് കഴിഞ്ഞ് വീണ്ടും രാവിലെ ആയപ്പോഴത്തേക്ക് വീണ്ടും ശക്തമായ ഇതേ കണക്കിന് വേദന വന്നു. വീണ്ടും അടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ വെച്ച് അവർ സ്കാൻ ചെയ്യിച്ചു. അപ്പോഴത്തേക്ക് വേദന അവിടെ ട്രിപ്പിട്ടപ്പോൾ ഒരു ഇച്ചിരി വേദന കുറഞ്ഞു. അപ്പോൾ അവർ ഡോക്ടർ പറഞ്ഞു വേദന കുറയുന്ന സമയത്ത് തന്നെ നമുക്ക് സ്കാൻ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ സ്കാൻ ചെയ്തപ്പോഴത്തേക്ക് അൾട്രാസൗണ്ട് സ്കാനാണ് ചെയ്തപ്പോൾ വലത്തെ കിഡ്നിയിൽ 2 കല്ലുണ്ടത്. നല്ല വലിപ്പമുള്ള കല്ലുമാണ്. അതിൽ ഒരു കല്ല് കിഡ്നിക്കകത്തും ഒരു കല്ല് കിഡ്നിയുടെ പുറത്തോട്ടുമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ യൂറോളജി ഡോക്ടർ അന്ന് ലീവ് ആയതുകൊണ്ട് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു നിങ്ങൾ വേറൊരു ഹോസ്പിറ്റലിലോട്ട് പോയിക്കൊള്ളാൻ പറഞ്ഞു, അടുത്ത വേദന കൂടുന്നതിന് മുമ്പ്. അങ്ങനെ ഞങ്ങൾ ബിഷപ്പ് ബെൻസിയർ ഹോസ്പിറ്റലിലാണ്, കൊല്ലത്ത് അവിടുത്തെ മെയിൻ ഹോസ്പിറ്റലാണ്. അവിടെ പോയി. അന്ന് അവിടെ യൂറോളജി ഡോക്ടർ ഉണ്ടായിരുന്നു. എൻ്റെ ഡോക്ടർ ഈ സ്കാനിങ് കണ്ടിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു അഡ്മിറ്റ് ചെയ്യുവാണ്. ഇപ്പം തന്നെ ചെയ്തേക്കുന്നത് ഓവർഡോസ് മെഡിസിനാണ്. നമുക്ക് ഇനിയും ഇത് വേദന കുറയാൻ വേണ്ടിയിട്ട് മെഡിസിൻ ചെയ്യാൻ പറ്റത്തില്ല, അത് കിഡ്നിക്ക് കംപ്ലയിൻ്റ് ആണ്, നമുക്ക് സർജറി ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇന്ന് അവിടെ അഡ്മിറ്റ് ചെയ്ത് അങ്ങനെ വീട്ടിൽ നിന്ന് മോള് ഹസ്ബൻഡിൻ്റെ കയ്യിൽ വെഞ്ചരിച്ച ഒലിവ് ഓയിൽ, ഇവിടുത്തെ വെഞ്ചരിച്ച ഒലിവ് ഓയിൽ ഉണ്ടായിരുന്നു, അത് കൊടുത്തു വിട്ടു. ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ഞാൻ വിശ്വാസപ്രമാണം പ്രാർത്ഥിച്ച് വെഞ്ചരിച്ച ഒലിവ് ഓയിൽ കുടിക്കുകയും ചെയ്തു. വയറിൻ്റെ പുറത്ത് വിശ്വാസപ്രമാണം പ്രാർത്ഥിച്ചു, കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. ഞാൻ പ്രാർത്ഥിച്ചു, ഈശോയെ എനിക്ക് ഈ വേദനയിൽ നിന്ന് നീ എനിക്ക് സൗഖ്യം തന്നെ, ഇനി എന്നെക്കൊണ്ട് ഈ വേദന സഹിക്കാൻ പറ്റത്തില്ല, ഞാൻ അവിടെ അൾത്താരയിൽ വന്ന് അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ സാക്ഷ്യം പറയുമെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് ECG, എക്സ്റേ, ബ്ലഡ് ടെസ്റ്റ്, അടുത്ത ദിവസം സർജറിക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു. വൈകുന്നേരം CT സ്കാൻ ചെയ്തു. CT സ്കാൻ ചെയ്തിട്ട് ഡോക്ടർ രാവിലെ വന്നിട്ട് ഡോക്ടർ എന്നോട് ചോദിക്കുന്നത് ഞാൻ ഡിസ്ചാർജ് ചെയ്തിട്ടേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാനിങ്ങനെ ഡോക്ടറെ നോക്കുവാണ്, എന്താ ഡോക്ടർ ഇങ്ങനെ പറയുന്നത്. ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു ആദ്യത്തെ അൾട്രാസൗണ്ടിൽ കാണിച്ച 2 കല്ലും ഇപ്പോഴത്തെ CT സ്കാനിൽ കാണിക്കുന്നില്ല എന്ന് പറഞ്ഞു. എനിക്ക് എൻ്റെ അപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ എന്താണെന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ എല്ലാവരോടും ഫോണിൽ വിളിച്ച് സൗഖ്യം ഇങ്ങനെ കിട്ടി എന്നുള്ളത് പറയുവാണ്. ഇല്ല, അറിയത്തില്ല. ഡോക്ടർ ഇങ്ങനെ എന്നാ ചോദിച്ചു, എൻ്റെ അടുത്ത് ചോദിച്ചു വേദനയും പോയി. പക്ഷേ വേദന എപ്പം അറിയുന്ന എനിക്ക് അറിയത്തില്ല. വയറിന്റെ പുറത്ത് സാക്ഷ്യപ്പെടുത്തുന്നു. ഇത്രയും വലിയ അനുഗ്രഹം. നല്ലൊരു കൈയടി കൊടുത്തല്ലേ.